ഹായ് ഹലോ മച്ചന്മാരെ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂയിലേക്ക് പ്രശ്നം റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മലയാളം മൂവിയാണ്. ഹർ എന്നാണ് മൂവിയുടെ പേര്. മനോരമ മാക്സിൽ ഡയറക്റ്റായി റിലീസ് ചിത്രമാണ്. ലിജിൻ ജോസ് ആണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അർച്ചന വാസുദേവാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഹെറിനെ കുറിച്ച് പറയുമ്പോൾ 5 സ്ത്രീ കഥാപാത്രങ്ങളുടെ കഥയാണ്. അതായത് വ്യത്യസ്ത ആംഗിളിൽ കാണുന്ന 5 സ്ത്രീകളുടെ കഥ. അപ്പോൾ ഈ പ്രധാനമായിട്ടും ലീഡറുകളിൽ വന്നിട്ടുള്ള ഒന്ന് ഉർവശി, പാർവതി തിരോത്ത്, രമ്യ നമ്പീശൻ, ഐശ്വര്യ രാജേഷ്, ലിജി മോൾ തുടങ്ങിയവരൊക്കെയാണ് ഈ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് സ്ത്രീ റോളിൽ വന്നു പോകുന്നത്. അപ്പോൾ കഥ മുന്നോട്ട് നോക്കി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വ്യത്യസ്തമായ ആംഗിളിൽ ജീവിക്കുന്ന 5 സ്ത്രീ കഥാപാത്രങ്ങൾ ആയിട്ട് വരുന്ന കുറച്ച് പേരുടെ കഥയാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ട് 5 ലൈഫ് കാണിക്കുന്നുണ്ട്. അവരെ ആംഗിൾ ചിന്തിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇന്നത്തെ പുരുഷന്മാർ നോക്കി കാണുന്ന സെക്സ് എന്ന് പറയുന്ന അതൊരു കണ്ടൻറ്റിലൂടെ വഴിക്ക് പോകുന്നുണ്ട് പലരുടെ ജീവിതത്തിലൂടെ. അപ്പോൾ എന്താണ് അതിന് പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ കഥ പറഞ്ഞു പോകുന്നത്. ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത് സാധാരണ ഇങ്ങനത്തെ ഒരു OTT അല്ലെങ്കിൽ ഒരു ആത്തോളജിക്കൽ ഫിലിം എന്നതിനുപരി ഒരു എന്താ പറയുക 5 ആംഗിൾ കൂടി 5 കഥാപാത്രങ്ങൾ ഒറ്റ ഫിലിമിലേക്ക് ഒതുക്കി വന്നു. ഏകദേശം 1 മണിക്കൂറും 45 മിനിറ്റിനും താഴെ വെറും ഉള്ളൊരു ഡ്യൂറേഷനേ വന്നിട്ടുള്ളൂ. ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഇതിൽ വരുന്ന പശ്ചാത്തലമായിട്ട് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അതുപോലെ ഇമോഷൻസ് ഒന്നും അധികം പ്രാധാന്യം നൽകുന്നില്ല. അതുപോലെ തന്നെ പുരുഷാധിപത്യം, അതുപോലെ തന്നെ സ്ത്രീ ആധിപത്യം, പുരുഷന്മാരെ എവിടെയും സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുന്നു, അങ്ങനത്തെ ചിന്താഗതിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ പറഞ്ഞു പോകുന്നില്ല. അവർക്ക് എങ്കിലായി ജീവിക്കുന്ന അങ്ങനത്തെ ഒരു കഥയാണ് വ്യത്യസ്തമായി പറഞ്ഞു പോകുന്നത്. അതായത് ഇവിടെ ആരെയും താഴ്ത്തി കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അതായത് ഇവിടെ കറഞ്ഞു പോകുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളാണെങ്കിൽ അവരെ കഥയാണ് മുന്നോട്ട് പോകുന്നത്. അവരെയും എന്താ പറയുക മോശക്കാരായിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാരെ അടിമത്തിന് മുകളിലായിട്ടോ അങ്ങനെയൊന്നുമില്ല. സാധാരണ നമ്മളിപ്പോൾ അടുത്ത് കണ്ടിറങ്ങിയ ചില OTT സിനിമകൾ പോലും പുരുഷന്മാരുടെ ഭാഗത്താണ് ഏറ്റവും വലിയ തെറ്റ്, സ്ത്രീകളെ ലൈംഗികമായ സെക്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നൊക്കെ പലരും പറഞ്ഞു പോകുന്നു. പല ഇങ്ങനത്തെ OTT ചിത്രങ്ങളൊക്കെ വരുമ്പോഴും അത് തീർച്ചയായിട്ടും ഇവിടെ ആംഗിളൊന്നും കാണുന്നില്ല. പ്രധാനമായിട്ടും 5 കഥകൾ മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്കത് വളരെ സ്പീഡായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ കണ്ടു വളർന്നു പോകുന്ന സ്ഥിരം പാറ്റേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാനില്ലാത്ത സ്റ്റോറി ആണെങ്കിൽ പോലും ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ തിരക്കഥയുടെ നീളത്തിൻ്റെ ഒരു കുറവും അതുപോലെ തന്നെ ഡ്യൂറേഷനൊക്കെ വളരെയധികം നല്ല പ്രാധാന്യമായിട്ടും കണ്ടിരിക്കാൻ തോന്നിപ്പിക്കുന്നുണ്ട്. പശ്ചാത്തലം വരുന്ന ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം കൊള്ളാമായിരുന്നു. എനിക്ക് എങ്കിൽ വ്യത്യസ്തമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയെന്ന് നോക്കിയാൽ രമ്യ നമ്പീശൻ്റെ പ്രകടനമായിരുന്നു. അതിൽ അത്യാവശ്യം കോമഡിയും അതുപോലെ തന്നെ അവരുടെ ഡബ്ബിങ്ങും മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പാർവതി തിരോത്ത് അവസാന എപ്പിസോഡിലാണ് വരുന്നതെങ്കിൽ പോലും കാര്യമായിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഒരു പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് നല്ല പ്രതീക്ഷിക്കാത്ത ഒരു ഇൻസിഡൻറ്റിലൂടെ കൂടി തന്നെയാണ് അതിൻ്റെ എൻഡിങ്ങും അവസാനിക്കും. ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാകും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ടീച്ചറായി തന്നെ ഒന്നും പറയാത്തത്. ഐശ്വര്യ രാജേഷിനെ കുറിച്ച് പറയുമ്പോൾ അധികം വിവാഹപ്രായം കഴിഞ്ഞു പോകുന്ന ഒരു യുവതി, അതുപോലെ തന്നെ ജോലി കിട്ടിയിട്ടില്ല, അതുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു സ്വകാര്യ ഭാഗത്ത് വെച്ച് ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് ആ വ്യത്യസ്തമായിട്ടൊരു സമൂഹത്തിൽ പുരുഷൻ എങ്ങനെയാണ് നോക്കിക്കാണുക അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സ്ത്രീയുടെ ചിന്താഗതി, അങ്ങനത്തെ ഒരു ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ആ എപ്പിസോഡ് അവസാനിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അത്യാവശ്യം കൊള്ളാമായിരുന്നു. ഉർവശിയെക്കുറിച്ച് പറയുമ്പോൾ അതായത് എന്താ പറയുക വയസ്സായിട്ടുള്ള കുറച്ച് കഥാപാത്രന്മാരുടെ വയസ്സെന്നല്ല ഒരു മധ്യഭാഗത്ത് ജീവിക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ മധ്യത്തിൻ്റെ മിഡിൽ ഏജിൽ ജീവിക്കുന്ന 2 കഥാപാത്രങ്ങളാക്കിയാണ്. പ്രതാപത്തിനാണ് ഇതിൻ്റെ ഉർവശിയുടെ ഹസ്ബൻഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 കഥാപാത്രം തമ്മിലുള്ള ഇൻറ്റിമേസിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ലിജിമോളെ കുറിച്ച് പറയുമ്പോൾ ക്യാമ്പസും പ്രണയം കാര്യങ്ങളൊക്കെ ആയിട്ട് നിരാശയുടെ വക്കിൽ പോകുന്നു. പിന്നീട് അത് എങ്ങനെയാണ് അതിജീവിക്കാത്ത കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഹെയറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ഏവറേജ് അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ മനോരമ ബാക്സിൽ ഒക്കെ ഇത് ലഭ്യമാണ്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ എന്ന കാര്യം പരിഗണിക്കുക. വീണ്ടും മറ്റൊരു ചിത്രം റിവ്യൂമായി നിങ്ങളുടെ മുമ്പത്തിൽ എത്തുന്നതായിരിക്കും. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.